ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യക്ക് സമ്മാനിച്ചത് ആധികാരികമായ വിജയത്തിന്റെ ആശ്വാസമായിരുന്നെങ്കിലും ടീം ഘടനയെയും സെലക്ഷൻ തീരുമാനങ്ങളെയും ചൊല്ലിയുള്ള ചോദ്യങ്ങൾ കടുപ്പമേറിയതായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിന്റെ തുടർച്ചയായ നിരാശാജനകമായ പ്രകടനമാണ്. കട്ടക്കിലെ ബാരാവതി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആദ്യ അങ്കത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യക്ക് ലഭിച്ചത് മിന്നൽ തുടക്കമായിരുന്നില്ല. ഓപ്പണറായി ഇറങ്ങിയ ഗിൽ വെറും 3 പന്തിൽ 4 റൺസ് മാത്രമെടുത്ത് ലുങ്കി എൻഗിഡിയുടെ ആദ്യ ഓവറിൽ തന്നെ മാർക്ക് യാൻസന് ക്യാച്ച് നൽകി കൂടാരം കയറിയപ്പോൾ ആരാധകരുടെ പഴയ വിമർശനങ്ങൾ വീണ്ടും ഇരട്ടി വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ പടർന്നു കയറി. IPL-ലും ഏകദിനത്തിലും തന്റെ പ്രതിഭ തെളിയിച്ച ശുഭ്മാൻ ഗിൽ T20 ഫോർമാറ്റിൽ ഓപ്പണർ റോളിൽ സമ്പൂർണ്ണ പരാജയമായി മാറുന്ന കാഴ്ചയാണ് 2025-ൽ കാണുന്നത്. ഈ വർഷം കളിച്ച 13 T20 മത്സരങ്ങളിലും ഓപ്പണറായി ഇറങ്ങിയെങ്കിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല. കണക്കുകൾ ഗില്ലിന് എത്രത്തോളം തിരിച്ചടിയാണെന്ന് വ്യക്തമാക്കുന്നു. 2025-ൽ ഓപ്പണറായി ഗില്ലിന്റെ ശരാശരി വെറും 26.3 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് 143.71 ആണെങ്കിലും അതൊരു പവർ ഹീറ്റിംഗ് ഓപ്പണർക്ക് അന്താരാഷ്ട്ര T20 തീരെ പോരാത്ത ഒന്നാണ്. കഴിഞ്ഞ 13 ഇന്നിംഗ്സുകളിലെ ഗില്ലിന്റെ സ്കോറുകൾ പരിശോധിച്ചാൽ ഒരു വലിയ ഇന്നിംഗ്സ് പോലുമില്ല. 47-ൽ 28, 46-ൽ 40 എന്നിവ മാത്രമാണ് നേരിയ ആശ്വാസം നൽകുന്നത്. എന്നാൽ കട്ടക്കിൽ വെറും 3 പന്തിൽ 4 റൺസ് എടുത്തു മടങ്ങിയതോടെ T20 ഓപ്പണർ എന്ന നിലയിലുള്ള ഗില്ലിന്റെ സ്ഥാനം വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ടീം മാനേജ്മെന്റ് ഗില്ലിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് T20 ലോകകപ്പ് അടുത്തു വരുമ്പോൾ ഒരു താരത്തെ ഇത്രയധികം അവസരങ്ങൾ നൽകി പരീക്ഷിക്കുന്നത് ടീമിന്റെ മൊത്തത്തിലുള്ള വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. സ്ഥിരതയില്ലാത്ത തുടക്കം നൽകുന്ന സമ്മർദ്ദം മധ്യനിരയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ടീമിന്റെ മൊത്തത്തിലുള്ള റൺ റേറ്റിനെ ബാധിക്കുകയും ഗില്ലിന്റെ ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധകർ രോക്ഷം കൊള്ളുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ സാധിക്കുന്ന 2 മികച്ച താരങ്ങൾ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നിട്ടും അവരെ തഴഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷണം തുടരുന്നത്. സഞ്ജു സാംസൺ. മലയാളി താരം സഞ്ജു സാംസണിന്റെ T20 റെക്കോർഡുകൾ ഗില്ലിനേക്കാൾ മികച്ചതാണ്. പ്രത്യേകിച്ച് ഓപ്പണർ റോളിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറികളടക്കം 3 സെഞ്ചുറികളാണ് സഞ്ജു ഓപ്പണറായി നേടിയത്. ഏകദിനത്തിലെന്ന പോലെ T20-യിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് ഏറ്റവും അനുയോജ്യമായ പൊസിഷനാണ് ഓപ്പണിംഗ്. 1000 റൺസ് ക്ലബിലെത്താൻ വെറും 5 റൺസ് മാത്രം വേണ്ടിയിരുന്നിട്ടും സഞ്ജുവിനെ ആദ്യ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. യശസ്വി ജയ്സ്വാൾ. T20 ക്രിക്കറ്റിൽ സ്ഥിരതയോടെ പവർ പ്ലേ ഓവറുകൾ മുതലെടുക്കാൻ കഴിവുള്ള താരമാണ് യുവതാരം യശസ്വി ജയ്സ്വാൾ. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും ഓപ്പണറായിട്ടുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് മികച്ചതാണ്. ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി എത്തുന്നതിലൂടെ ജയ്സ്വാളിനെ പോലൊരു യുവതാരത്തിന് ലഭിക്കേണ്ടിയിരുന്ന അവസരം നഷ്ടമാവുകയാണ്. ഇവിടെയാണ് ടീം സെലക്ഷൻ തീരുമാനങ്ങളിൽ അധികാരം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന ചോദ്യം ഉയരുന്നത്. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്തിരുത്തുന്നത് മാനേജ്മെന്റിന് ഒരു കീറാമുട്ടിയാകും. അതുകൊണ്ടാണ് മോശം ഫോമിലായിട്ടും ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ എന്ന പദവിയുടെ മുൻഗണന നൽകി ഓപ്പണറായി കളിപ്പിക്കുന്നത് എന്ന വിമർശനം ശക്തമാണ്. അതിനിടയിൽ സഞ്ജുവിനെ പോലൊരു താരം പുറത്തിരിക്കുന്നത് ആരാധകരെ പ്രകോപിതരാക്കുന്നു. ഓപ്പണറായി സെഞ്ചുറി അടിച്ച റെക്കോർഡ് മുന്നിൽ നിൽക്കുമ്പോഴും സഞ്ജുവിന് അവസരം നിഷേധിക്കപ്പെടുന്നത് പ്രകോപനത്തെക്കാളുപരി ടീം മാനേജ്മെന്റിന്റെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന എന്ന വാദത്തിന് ശക്തി പകരുന്നു. ഗില്ലിന്റെ തുടർച്ചയായ പരാജയം ആരാധകർ ഏറ്റെടുത്തത് രൂക്ഷമായ പരിഹാസ രൂപേണയാണ്. ഗിൽ ക്രീസിലെത്തുമ്പോൾ മാഗി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാഗി റെഡിയാവുന്ന നേരം മതി തിരിച്ചെത്താൻ എന്ന ട്രോളാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത്. T20 ക്രിക്കറ്റിലെ വേഗതയ്ക്കും ഫിനിഷിങ്ങിനും പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഏതാനും പന്തുകൾ മാത്രം നേരിട്ട് കൂടാരം കയറുന്ന ഓപ്പണറെ കുറിച്ചുള്ള ഈ പരിഹാസം ടീം മാനേജ്മെന്റിനുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ പരാജയം ഒരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള 4 മത്സരങ്ങളിലും ശുഭ്മാൻ ഗില്ലിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടാകും. അടുത്ത മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ വൈസ് ക്യാപ്റ്റൻ എന്ന പദവി ഉണ്ടായിട്ടും ഗില്ലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതരാകും. ടീം ഇന്ത്യയുടെ ലക്ഷ്യം അടുത്ത T20 ലോകകപ്പാണ്. ലോകകപ്പിന് മുൻപ് ശരിയായ കോമ്പിനേഷൻ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അവിടെ ഫോമിലുള്ള കളിക്കാർക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്, അല്ലാതെ മുൻഗണനകൾക്കല്ല.
ഗില്ലിനെ ഓപ്പണറായി തുടരാൻ അനുവദിക്കുന്നത് ഒന്നുകിൽ ടീം മാനേജ്മെന്റിന്റെ വിശ്വസ്തതയെ അല്ലെങ്കിൽ അവരുടെ സെലക്ഷൻ തീരുമാനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കും. സഞ്ജുവിനെ മാറ്റി നിർത്തി ഗില്ലിന് അവസരം നൽകാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം പാളി എന്ന് ആദ്യ മത്സരത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുന്നു. ബാറ്റിംഗ് ഓർഡറിൽ സ്ഥിരതയില്ലാത്ത ഈ ഓപ്പണറെ തുടർന്നും പിന്തുണച്ച് വൈസ് ക്യാപ്റ്റൻസി എന്ന പദവിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുമോ, അതോ അടുത്ത മത്സരങ്ങളിൽ ഓപ്പണറായി സഞ്ജു സാംസണിനെയോ യശസ്വി ജയ്സ്വാളിനെയോ ഇറക്കി തെറ്റുതിരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകുമോ? T20 ക്രിക്കറ്റിലെ ഈ സ്പെഷ്യലിസ്റ്റ് യുഗത്തിൽ സ്ഥിരതയില്ലാത്ത ഒരു ഓപ്പണർക്ക് ടീം നൽകുന്ന അമിത പ്രാധാന്യം ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമാവില്ല എന്ന മുന്നറിയിപ്പാണ് കട്ടക്കിലെ പരാജയം നൽകുന്നത്. ഇനിയെങ്കിലും കളിക്കളത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിനെ തിരഞ്ഞെടുക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകണം. അതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി ആരാധകർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം.